ഓം നമോ ഭഗവതേ വാസുദേവായ. ഭാഗവത പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവതം ലളിതമായിട്ട് പഠിക്കുവാൻ, വായിക്കുവാൻ, പഠിക്കുവാൻ ഒക്കെയുള്ള ഒരവസരമാണ് ഈ പഠനത്തിലൂടെ ഓരോരുത്തർക്കും കിട്ടുന്നത്. ഇന്ന് നമ്മൾ ശ്രീമദ് ഭാഗവത പാരായണ പഠനം 249 പാഠമാണ് പഠിക്കുന്നത്. ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധത്തിലെ 15-ാം അധ്യായം ആരംഭിക്കുകയാണ്. 15-ാം അധ്യായത്തിലെ 1 മുതൽ 11 വരെയുള്ള ശ്ലോകങ്ങൾ നമുക്ക് ഇന്ന് ശ്രദ്ധയോടുകൂടി പഠിക്കാം. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥ നാരായണ വാസുദേവ. ആദ്യമായിട്ട് ഈ 11 ശ്ലോകങ്ങളും ചൊല്ലിത്തരികയാണ്. ഒരുമിച്ച് ശ്രദ്ധയോടുകൂടി കേൾക്കുക. അതിനുശേഷം നമുക്ക് വ്യാഖ്യാനത്തിലേക്ക്, കഥാഭാഗത്തിലേക്ക് കടക്കാം. ശ്രീഹരേ നാരായണ, ശ്രീകൃഷ്ണായ നമോ നമഃ. അഥ പഞ്ചദശോऽധ്യായ. സൂത ഉവാച. ഏവം കൃഷ്ണസഖ കൃഷ്ണോ ഭ്രാത്രാരാജ്ഞാ വികൽപിത നാനാശങ്കാസ്പദം രൂപം കൃഷ്ണവിശ്ലേഷകരിഷിത. സൂത ഉവാച. ഏവം കൃഷ്ണസഖ കൃഷ്ണോ ഭ്രാത്രാരാജ്ഞാ വികൽപിത നാനാശങ്കാസ്പദം രൂപം കൃഷ്ണവിശ്ലേഷകരിഷിത. ശോകേന ശുഷ്യദ്വദന ഹൃത്സരോജോഹതപ്രഭ വിഭും തമേവാനുധ്യായൻ നാശക്നോൽ പ്രതിഭാഷിതും. ശോകേന ശുഷ്യദ്വദന ഹൃത്സരോജോ ഹതപ്രഭ വിഭും തമേവാനുധ്യായൻ നാശക്നോൽ പ്രതിഭാഷിതും. കൃച്ഛ്രേണ സംസ്തഭ്യ ശുച പാണിനാമൃജ്യ നേത്രയോഃ പരോക്ഷേണ സമുന്നദ്ധ പ്രണയ ഉത്കണ്ഠ്യകാതര. കൃച്ഛ്രേണ സംസ്തഭ്യ ശുച പാണിനാമൃജ്യ നേത്രയോഃ പരോക്ഷേണ സമുന്നദ്ധ പ്രണയ ഉത്കണ്ഠ്യകാതര. സഖ്യം മൈത്രീം സൗഹൃദം ച സാരഥ്യാദിഷു സംസ്മരൻ നൃപമഗ്രജമിത്യാഹ ബാഷ്പഗദ്ഗദയാ ഗിരാ. സഖ്യം മൈത്രീം സൗഹൃദം ച സാരഥ്യാദിഷു സംസ്മരൻ നൃപമഗ്രജമിത്യാഹ ബാഷ്പഗദ്ഗദയാ ഗിരാ.
അർജുന ഉവാച വഞ്ചിതോഹം മഹാരാജ ഹരിണാ ബന്ധുരൂപിണാ യേന മേ പഹൃതം തേജോ ദേവവിസ്മാപനം മഹൽ. വഞ്ചിതോഹം മഹാരാജ ഹരിണാ ബന്ധുരൂപിണാ യേന മേ പഹൃതം തേജോ ദേവവിസ്മാപനം മഹൽ. യസ്യ ക്ഷണവിയോഗേന ലോകോ ഹ്യപ്രിയദർശന ഉക്തേന രഹിതോ ഹ്യേഷ മൃതകഃ പ്രോച്യത്തെ യഥാ. യസ്യ ക്ഷണവിയോഗേന ലോകോ ഹ്യപ്രിയദർശന ഉക്തേന രഹിതോ ഹ്യേഷ മൃതകഃ പ്രോച്യത്തെ യഥാ. യൽ സംശ്രയാത് ദ്രുപദഗേഹമുപാഗതാനാം രാജ്ഞാം സ്വയംവരമുഖേ സ്മരദുർമദാനാം തേജോഹൃദം ഖലു മയാഭിഹതശ്ച മത്സ്യ സജ്ജീകൃതേന ധനുഷാധികൃതാച്ച കൃഷ്ണ. യൽ സംശ്രയാൽ ദ്രുപദഗേഹമുപാഗതാനാം രാജ്ഞാം സ്വയംവരമുഖേ സ്മരദുർമദാനാം തേജോ ഹൃദം ഖലു മയാഭിഹതശ്ച മത്സ്യഃ സജ്ജീകൃതേന ധനുഷാധിഗതാച്ച കൃഷ്ണ. യൽ സന്നിധാവഹമു ഖാണ്ഡവമഗ്നയേതാമിന്ദ്രം ച സാമരഗണം തരസാ വിജിത്യ ലബ്ധാം ഭസഭാമയകൃതാത്ഭുതശിഷ്പമായ ദിഗ്ഭ്യോ ഹരൻ നൃപതയോ ബലിമധ്വരേതേ. യൽ സന്നിധാവഹമു ഖാണ്ഡവമഗ്നയേതാമിന്ദ്രം ച സാമരഗണം തരസാ വിജിത്യ ലബ്ധാ സഭാ മയകൃതാത്ഭുതശില്പമായ ദിഗ്ഭ്യോ ഹരൻ നൃപതയോ ബലിമധ്വരേതേ. യത്തേജസാ നൃപശിരോഘ്രിമഹൻ മഖാർത്ഥേ ആര്യോനുജസ്തവ ഗജായുത സത്വവീര്യ തേനാഹൃത പ്രമഥനാഥമഖായ ഭൂപ യന്മോചിത തദനയൻ ബലിമധ്വരേതേ. യത്തേജസാ നൃപശിരോഘ്രിമഹൻ മഖാർത്ഥേ ആര്യോനുജസ്തവ ഗജായുത സത്വവീര്യ തേനാഹൃത പ്രമഥനാഥമഖായ ഭൂപ യന്മോചിത തദനയൻ ബലിമധ്വരേതേ. പത്ന്യാഃ തവാധിമഖ ക്ലപ്തമഹാഭിഷേക ശ്ലാഘിഷ്ടചാരുഗപരം കിത വൈ സഭായാം സ്പൃഷ്ടം വികീര്യ പദയോ പതിതാശ്രുമുഖ്യ യസ്തസ്ത്രിയോ കൃത ഹതേശ വിമുക്തകേശാഃ. പത്ന്യാസ്തവാധിമഖ ക്ലുപ്തമഹാഭിഷേക ശ്ലാഘിഷ്ടചാരുകപരം കിത വൈ സഭായാം സ്പൃഷ്ടം വികീര്യ പദയോ പതിതാശ്രുമുഖ്യ
യസ്തൽ സ്ത്രിയോ കൃത ഹതേശ വിമുക്തകേശാഃ യോ നോ ജുഗോപവനമിത്യ ദുരന്തകൃച്ഛ്രാൽ ദുർവാസസോരിവിഹിതാദയുതാഗ്രഭുഗ്യ ശാകാന്നശിഷ്ടമുപയുജ്യ യതസ്ത്രീലോകിം തൃപ്താമംസ്ത സലിലേ വിനിമഗ്നസംഘ യോ നോ ജുഗോപവനമിത്യ ദുരന്തകൃച്ഛ്രാൽ ദുർവാസസോരിവിഹിതാദയുതാഗ്രഭുഗ്യ ശാകാന്നസൃഷ്ടമുപയുജ്യ യതസ്ത്രീലോകിം തൃപ്താമംസ്ത സലിലേ വിനിമഗ്നസംഘ. ഈ 11 ശ്ലോകങ്ങളുടെ താൽപര്യങ്ങൾ നമുക്ക് ശ്രദ്ധയോടുകൂടി പഠിക്കാം. വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ടുന്ന ഭാഗങ്ങളാണ്. എല്ലാം ഒരുപോലെ ആയിരിക്കില്ല. ചിലത് കുറച്ച് എളുപ്പമായിരിക്കും, ചിലത് കുറച്ച് കട്ടിയായിരിക്കും. ഇത് ലോകസ്വഭാവമാണ്. ഭാഗവതം മറ്റുള്ള പുരാണങ്ങളിൽ വെച്ച് നോക്കുന്ന സമയത്ത് പൊതുവെ തന്നെ എന്താണ്, കുറച്ച് കാഠിന്യമുള്ളതാണ്, കട്ടിയുള്ളതാണ്. മറ്റു പുരാണങ്ങളെ പോലെ അത്രയും എളുപ്പമല്ല. അതിൽ തന്നെ ചില ഭാഗങ്ങൾ പ്രത്യേകിച്ചും കട്ടി കൂടുതലുള്ളതായിരിക്കും. ചില ഭാഗങ്ങൾ ലളിതമായിരിക്കും, കാഠിന്യം കുറഞ്ഞതായിരിക്കും. പിന്നെ തുടക്കത്തില് നമ്മൾ പ്രഥമസ്കന്ധമാണല്ലോ ആയിട്ടുള്ളത്. അപ്പൊ നമ്മളൊന്ന് പഠിച്ച് കുറെ കാര്യങ്ങൾ ഇതിലൂടെ തന്നെ മുന്നോട്ട് നിരന്തരം അഭ്യാസത്തിലൂടെ പോകുമ്പോഴേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, കൂടുതൽ എളുപ്പമായിട്ട് തോന്നുള്ളൂ. ഒരു വേള പഴക്കമേറിയാൽ ഇരുളും മെല്ലെ വെളിച്ചമായി വരും എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അതായത് നമുക്ക് കുറച്ച് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ്, ഇരുട്ട് പോലും വെളിച്ചമായിട്ട് വരും. ഇരുട്ടിൽ തന്നെ നമുക്ക് തപ്പിയിട്ട് ലൈറ്റിന്റെ സ്വിച്ച് ഇടാൻ പറ്റും, വെച്ചിട്ടുള്ള സാധനങ്ങൾ എടുക്കാൻ പറ്റും. ആ രീതിയിലാണ് നമുക്ക് ഭാഗവതവും പറഞ്ഞു തരുന്നത്. ശ്ലോകം ശ്രദ്ധിക്കുക. ആദ്യത്തെ 2 ശ്ലോകങ്ങൾ ഒരുമിച്ചാണ് അർത്ഥം പറയുന്നത്. ഏവം കൃഷ്ണസഖ കൃഷ്ണോ ഭ്രാത്ര രാജ്ഞാ വികൽപ്പിത നാനാശങ്കാസ്പദം രൂപം കൃഷ്ണവിശ്ലേഷകരിഷിത ശോകേന ശുഷ്യദ്വദന ഹൃത്സരോജോഹതപ്രഭ വിഭും തമേവാനുധ്യായൻ നാശക്നോത് പ്രതിഭാഷിതും നാനാശങ്കാസ്പദം, നാനാവിധമായ ശങ്കയ്ക്ക് ആസ്പദമായ രൂപം, രൂപത്തെ നോക്കിയിട്ട്, രൂപത്തെ ഭ്രാതാവായ, ഇവിടെ ഭ്രാത്രാരാജ്ഞ എന്നാണുള്ളത്. ഭ്രാത്ര പ്രത്യേകം ശ്രദ്ധിക്കുക, പദങ്ങള് സഹോദരൻ എന്നുള്ള അർത്ഥത്തിലാണ്. ഭ്രാതാവായ രാജ്ഞ, രാജാവിനാൽ വികൽപ്പിത, ബഹുവിധം ശങ്കിക്കപ്പെട്ടവനും പലതരത്തിലും സംശയാസ്പദമായി ചിന്തിക്കപ്പെട്ടവനും കൃഷ്ണസഖ, കൃഷ്ണനാകുന്ന സഖാവോടുകൂടിയവനും, കൃഷ്ണനാകുന്ന സഖാവോടുകൂടിയവനും കൃഷ്ണവിശ്ലേഷകരിഷിത, കൃഷ്ണന്റെ വിയോഗം നിമിത്തം കൃശയെ പ്രാപിച്ചവനുമായ, കൃഷ്ണന്റെ വിയോഗം നിമിത്തം കൃശയെ പ്രാപിച്ചവൻ. കൃശ എന്ന് പറഞ്ഞാൽ മെലിഞ്ഞ എന്നൊക്കെ അർത്ഥം ആണിവിടെ. അപ്പോ ശരീരം മെലിഞ്ഞിട്ടുള്ളവൻ അല്ലെങ്കിൽ മെലിഞ്ഞ ശരീരത്തോടു കൂടിയവൻ എന്നൊക്കെ അർത്ഥം. കൃശയെ പ്രാപിച്ചവനുമായ കൃഷ്ണ. ഇവിടെ കൃഷ്ണൻ എന്ന് പറഞ്ഞ ആരാണ്? അർജുനൻ. നമ്മൾ ഭാഗവതത്തില് പലതവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു
ഒരുപോലെ പദങ്ങൾ പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് ഒരേ അർത്ഥമാണെന്ന് വിചാരിക്കരുത്. പലർക്കും തെറ്റിദ്ധാരണകളുണ്ട്. പല പദങ്ങളും പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അന്ന് ഇങ്ങനെയാണ്, സംസ്കൃതത്തിൽ ഇങ്ങനെയാണ് ഇതിന്റെ പ്രയോഗം, സംസ്കൃതത്തിൽ ഇങ്ങനെയാണ് ഇതിന്റെ പ്രയോഗം എന്നൊക്കെ. അതിപ്പോ നമ്മൾ ഇതിനു മുമ്പും തന്നെ പല സംശയങ്ങളും പലർക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് ചില പുസ്തകങ്ങളിൽ വ്യാഖ്യാനിക്കുന്നതിൽ വ്യത്യാസം ഉണ്ടാകും. അത് പാഠഭേദമാണ്. അല്ലാതെയും സംശയങ്ങൾ ഉണ്ടാകും. ഇവിടെ പല പദങ്ങളും നമ്മള് ഭീഷ്മ നിഗമം എന്ന് പറയുമ്പോൾ ഒരിടത്ത് വേദം എന്നാണ് അർത്ഥം, മറ്റൊരിടത്ത് നിഗമം എന്ന് പറയുമ്പോൾ എന്റെ തീരുമാനം, എന്റെ ഉറച്ച തീരുമാനം, എന്റെ പ്രതിജ്ഞ എന്നായിട്ട് മാറും. സന്ദർഭവശാലാണ് അർത്ഥം പറയേണ്ടത്. ചിലയിടത്തൊക്കെ അങ്ങനെയാണ്. അതാണ് സംസ്കൃതത്തിന്റെ യോഗ്യത. അതുപോലെ വയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്നാണ് അർത്ഥം. പക്ഷെ നാരദ മഹർഷി വയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ നാരദ മഹർഷി ഒരാളെ ഉള്ളൂ. അപ്പോഴവിടെ എങ്ങനെയാണ് വയം എന്നുള്ള പ്രയോഗം സത്യമാകുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം നാരദ മഹർഷി വയെന്ന് പറഞ്ഞാൽ അർത്ഥം വേറെയുണ്ട്. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഞങ്ങളെ പോലുള്ള സന്യാസിമാർ എന്നുള്ള ബഹുവചനത്തിൽ എടുക്കണം അവിടെ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ അത് ഒരാൾ മാത്രം പറയാറില്ല. അപ്പൊ ഇങ്ങനെ വേറെ നാരദ മഹർഷി അല്ലാതെ നാരദ മഹർഷിയുടെ ഭാഗത്ത് നിന്ന് വേറെ ആരും അവിടെ സംസാരിക്കുമ്പോഴില്ല, ഒറ്റയ്ക്കേ ഉള്ളൂ. പക്ഷെ വയെന്നാണ് പറയുന്നത്. അപ്പോഴെന്താണ്? ഞങ്ങളെ പോലുള്ളവർ എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ഇത് ഇവിടെ കൃഷ്ണ, നമ്മൾ ഒന്നാമത്തെ ശ്ലോകം ഭാഗവതം പഠിക്കുമ്പോൾ കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രധാസുതം എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കൃഷ്ണൻ ആരാണ്? അർജുനനാണ്. കൃഷ്ണ എന്ന് പറഞ്ഞാൽ ഇവിടെ അർജുനനാണ്. അതുകൂടി ഓർമ്മിക്കുക. കൃഷ്ണ അർജുനൻ. ശോകേന, അതായത് ഈ ശ്ലോകത്തിൽ എന്ന അർത്ഥമെടുക്കണം കേട്ടോ. 15ാമത്തെ അധ്യായത്തില് ഈ ഒന്നാമത്തെ ശ്ലോകത്തിൽ കൃഷ്ണ എന്നുള്ള പദത്തിന് എന്താണ് അർത്ഥം എന്ന് ചോദിച്ചാൽ രണ്ടാമത്തെ കൃഷ്ണയാണ് ഇവിടെ. കൃഷ്ണ വിശ്ലേഷകരിശിത എന്ന ഈ സമസ്ത പദത്തില് അല്ലെങ്കിൽ ഈ പദങ്ങളുടെ കൂട്ടത്തില് കൃഷ്ണ എന്നുള്ളതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ ശ്ലോകത്തിന്റെ തുടക്കത്തിലുള്ളതല്ല. ശ്രദ്ധിക്കണം എല്ലാവരും. കൃഷ്ണസഖ, കൃഷ്ണനാകുന്ന സഖാവോടുകൂടിയവനും കൃഷ്ണ വിശ്ലേഷ കരിശിത, കൃഷ്ണന്റെ വിയോഗ നിമിത്തം കൃഷയെ പ്രാപിച്ചവനുമായ കൃഷ്ണൻ. അതാരാണ്? അർജുനൻ. കൃഷ്ണ അർജുന. ശോകേന, ദുഃഖത്താൽ, ശുഷ്യദ്വദന ഹൃത്സരോജ, ശോഷിച്ച മുഖകമലത്തോടും ഹൃദയകമലത്തോടും കൂടിയവനും ഹതപ്രഭ, ഹനിക്കപ്പെട്ട പ്രഭയോടുകൂടിയവനും വിഭും, വിഭുവുമായ പ്രഭുവുമായ തമേവ, തം ഏവ, അവനെ തന്നെ അനുധ്യായൻ, ചിന്തിക്കുന്നവനുമായിട്ട് പ്രതിഭാഷിതും, മറുപടി പറയുവാനായിക്കൊണ്ട് ന അശക്നോത്, ശക്തനായില്ല. അശക്നോത് എന്ന് പറഞ്ഞാൽ ശക്തനായില്ല. അശക്നോൽ എന്ന് പഴയ പ്രയോഗം. അശക്നോൽ, ശക്തനായില്ല. അർത്ഥം സൂതൻ പറഞ്ഞു, ഇപ്രകാരം പലവിധവും ശങ്കിപ്പാൻ തക്കതായ രൂപത്തെ കണ്ട ജ്യേഷ്ഠനായ ധർമ്മപുത്രർ ഓരോന്ന് അങ്ങനെ ചിന്തിച്ച് ശങ്കിച്ച് ചോദിച്ചപ്പോൾ ശ്രീകൃഷ്ണനാകുന്ന ഉറ്റ സ്നേഹിതനോടുകൂടിയവനും ഇപ്പോൾ ആ കൃഷ്ണന്റെ ആത്യന്തികമായ വിയോഗം നിമിത്തം കാർശ്യത്തെ പ്രാപിച്ചവനും, അതായത് മെലിഞ്ഞവനും വാടിയ മുഖപത്മത്തോടു കൂടിയവനും, അല്ലെങ്കിൽ വാടിയ മുഖപത്മത്തോടും ഹൃദയപത്മത്തോടും കൂടിയവനും പ്രഭാഹീനനുമായ, പ്രഭ നഷ്ടപ്പെട്ടവനുമായ അർജുനൻ പ്രഭുവായ ആ കൃഷ്ണനെ തന്നെ ഓർത്തോർത്തുണ്ടായ ദുഃഖാധിക്യത്താൽ ഉടനെ മറുപടി പറയാൻ ശക്തനായില്ല. അതായത് കൃഷ്ണന്റെ വിയോഗത്താൽ ദുഃഖിക്കുന്ന, മുഖവും ഹൃദയവും വാടിയ, മെലിഞ്ഞ ശരീരത്തോടുകൂടി, ആ ദുഃഖം കൊണ്ട് മെലിഞ്ഞ ശരീരത്തോടുകൂടിയ കൃഷ്ണന്റെ ഉറ്റ സുഹൃത്തായ അർജുനൻ പലതരത്തിലുള്ള ചോദ്യങ്ങൾ യുധിഷ്ഠിര മഹാരാജാവ് ചോദിക്കുന്ന സമയത്ത് അതിനും മറുപടി പറയാൻ ശക്തനായില്ല. യുധിഷ്ഠിരന്റെ അവസാനത്തെ ചോദ്യം അപരോക്ഷവും സംശയാതീതവുമാണ് എന്ന് കുറിക്കുന്നു. ആവികൽപിത എന്നുള്ള പദങ്ങൾ. ഇനി നമുക്ക് 3-4 ശ്ലോകങ്ങൾ ശ്രദ്ധിക്കാം.
3ഉം 4ഉം കൃച്ഛ്രേണ സംസ്തഭ്യ ശുചപാണിനാമൃജ്യ നേത്രയോഃ പരോക്ഷേണ സമുന്നദ്ധ പ്രണയ ഉത്കണ്ഠ്യകാതര സഖ്യം മൈത്രീം സൗഹൃദം ച സാരഥ്യാദിഷു സംസ്മരൻ നൃപമഗ്രജമിത്യാഹ ബാഷ്പഗദ്ഗതയാ ഗിരാ കൃച്ഛ്രേണ പ്രയാസത്തോടുകൂടെ ശുച കണ്ണീരുകളെ നേത്രയോഃ നേത്രങ്ങളിൽ സംസ്തഭ്യ സ്തംഭിപ്പിച്ചിട്ടും പാണിനാ കൈകൊണ്ട് ആമൃജ്യ തുടച്ചിട്ടും പരോക്ഷേണ അപ്രത്യക്ഷനായ കൃഷ്ണൻ നിമിത്തം സമുന്നദ്ധ പ്രണയ ഉത്കണ്ഠ്യകാതര സമുന്നദ്ധങ്ങളായ പ്രണയത്താലും ഔത്കണ്ഠ്യത്താലും കാതരനായിട്ട് സഖ്യം സഖ്യത്തെയും മൈത്രിയും മൈത്രിയെയും സൗഹൃദം സുഹൃദ്ഭാവത്തെയും സാരഥ്യാദിഷു സാരഥ്യാദികളിൽ സംസ്മരൻ നന്നായി സ്മരിക്കുന്നവനായിട്ട് ബാഷ്പഗദ്ഗതയാ ബാഷ്പം നിമിത്തം ഇടറിക്കൊണ്ടിരിക്കുന്ന ഗിരാ വാക്കുകൊണ്ട് അഗ്രജം നൃപം ജ്യേഷ്ഠനായ രാജാവിനോട് ഇതി ഇങ്ങനെ ആഹ പറഞ്ഞു. അർജുനൻ വളരെ പണിപ്പെട്ട് കണ്ണുനീരുകളെ അടക്കിയും വർദ്ധിച്ചൊഴുകുന്ന കണ്ണുനീരിനെ കൈകൊണ്ട് തുടച്ചും കൃഷ്ണനെ പ്രത്യക്ഷമായി കാണാത്തതിനാൽ വർദ്ധിച്ചു വരുന്ന സ്നേഹത്താലും ഉത്കണ്ഠയാലും പീഡിതനും സാരഥ്യം മുതലായ അവസരങ്ങളിൽ കൃഷ്ണൻ തന്റെ നന്മയെ കാക്ഷിച്ചു ചെയ്ത പ്രവൃത്തികളെയും ഉപകാരങ്ങളെയും സ്വന്തമെന്ന് ഭാവിച്ചതിനെയും ഇതിനൊക്കെ വിചാരിക്കുന്നവരുമായിട്ട് കരഞ്ഞു. പിന്നെ ജ്യേഷ്ഠനായ യുധിഷ്ഠിര മഹാരാജാവിനെ നോക്കി കണ്ണീർ കണ്ഠത്തിൽ നിറഞ്ഞ് തടസ്സപ്പെടുകയാൽ ഇടറി വരുന്ന വാക്കുകളോടുകൂടെ ഇങ്ങനെ പറഞ്ഞു. അർജുന ഉവാച 5-ാമത്തെ ശ്ലോകം. വഞ്ചിതോഹം മഹാരാജ ഹരിണാ ബന്ധുരൂപിണ യേന മേ പഹൃതം തേജോ ദേവവിസ്മാപനം മഹൽ. മഹാരാജാവേ, ബന്ധുരൂപിണ ബന്ധുവിന്റെ സ്വരൂപത്തോടുകൂടിയിരുന്ന ഹരിണ വിഷ്ണുവിനാൽ ഞാൻ വഞ്ചിക്കപ്പെട്ടവനായി ഏന യാതൊരുത്തനാൽ ദേവവിസ്മാപനം ദേവന്മാരെയും വിസ്മയിപ്പിക്കുന്നതായും മഹത്തായുമിരിക്കുന്ന മേ എന്റെ തേജസ് അപഹരിക്കപ്പെട്ടു. അർജുനൻ പറഞ്ഞു, ഹേ മഹാരാജാവേ, ബന്ധുവിന്റെ സ്വരൂപത്തെ വഹിച്ചിരിക്കുന്ന ശ്രീഹരിയാൽ ഞാൻ വഞ്ചിക്കപ്പെട്ടു. അതായത് ബന്ധുരൂപത്തിൽ ഇത്രയും കാലം നമ്മോടൊപ്പം കൂടിയിരിക്കുന്ന സാക്ഷാൽ പരബ്രഹ്മസ്വരൂപനായ ആ ശ്രീഹരി വിഷ്ണുവിനാൽ ഞാനിതാ വഞ്ചിക്കപ്പെട്ടു. എങ്ങനെയാണത്? ആ ഭഗവാൻ വിട്ടുപോയതിനാൽ ബ്രഹ്മാദിദേവന്മാർക്കും ആശ്ചര്യത്തെ ജനിപ്പിക്കുന്നതും മഹത്വമായ എന്റെ തേജസ് അപഹരിക്കപ്പെട്ടു. എന്റെ ആ തേജസ് ഉണ്ടല്ലോ, അത് ബ്രഹ്മതേജസ്സായിരുന്നു. ആ ഭഗവാന്റെ തേജസ്സായിരുന്നു എന്നിലുണ്ടായിരുന്നത്. ഭഗവാൻ പോയതോടുകൂടി എന്റെ തേജസ് ഭഗവാൻ അപഹരിക്കപ്പെട്ടു. ഭഗവാനാൽ അപഹരിക്കപ്പെട്ടു. ഭഗവാൻ അപഹരിച്ചു കൊണ്ടുപോയി. അങ്ങനെയാണ് ഞാൻ ഭഗവാനാൽ വഞ്ചിതനായത് എന്ന് പറയുകയാണ് ആ സ്നേഹം കൊണ്ട്. അടുത്ത ശ്ലോകം 6. യസ്യ ക്ഷണവിയോഗേന ലോകോ ഹ്യപ്രിയദർശന ഉക്തേന രഹിതോ ഹ്യേഷ മൃതക പ്രോച്യതേ യഥാ. പദങ്ങളൊക്കെ വളരെ ലളിതമാണ്. ഉക്തേന പ്രാണനാൽ രഹിത വേർപിരിയപ്പെട്ട ഏഷ ഈ ജനം മൃതക മരിച്ചവനെന്ന് യഥാപ്രോച്യതേ ഏതുവിധം പറയപ്പെടുന്നുവോ തഥാ അപ്രകാരം യസ്യ യാതൊരുത്തന്റെ ക്ഷണവിയോഗേന ക്ഷണകാലത്തെ
ഹി അപ്രിയ ദർശന എന്നുള്ളതിന്റെ പദം അപ്രിയ ദർശന ഹി അപ്രിയ ദർശന, അപ്രിയ ദർശനമായിരിക്കുന്നു നിശ്ചയം. അതായത് പ്രാണനോട് വേർപിരിഞ്ഞിരിക്കുന്ന മാതാപിതാക്കന്മാരെ മരിച്ചവർ എന്നു കരുതി ഏതുവിധം കാണാൻ കൂടെ പുത്രാദി ബന്ധുജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലയോ, അതുപോലെ ശ്രീകൃഷ്ണൻ എന്നെ വിട്ടുപോയതുകൊണ്ട് ഇതുവരെ പ്രിയത്തോടെ എന്നെ നോക്കിയവർക്കൊക്കെ ഇപ്പോൾ എന്റെ ദർശനം അപ്രിയത്തെ നൽകുന്നതായിരിക്കുന്നു. ഇപ്പോഴ് നല്ല ചൈതന്യത്തോടു കൂടിയിട്ടുള്ള മാതാപിതാക്കള് അപ്പോഴെല്ലാവർക്കും വളരെ ഇഷ്ടമാണ്, കാണാനും വളരെ താല്പര്യമാണ്, ഒപ്പം കൂടാനൊക്കെ താല്പര്യമാണ്. പക്ഷെ അവർ മരിച്ചു കഴിഞ്ഞാൽ, മാതാപിതാക്കന്മാർ പ്രാണൻ വേർപെട്ട് കഴിഞ്ഞാൽ ശവശരീരമായിട്ട് കിടക്കുന്ന സമയത്ത് സ്വന്തം ബന്ധുക്കള്, പുത്രന്മാരും പുത്രികളും ബന്ധുക്കളും അടുത്തേക്ക് പോകാൻ ധൈര്യപ്പെടുന്നില്ല. കാരണം ആ ചൈതന്യം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ചൈതന്യം നഷ്ടപ്പെട്ട ഒരു ശരീരത്തെ, ആ ഒരു അച്ഛനെ, ആ ഒരു പിതാവിനെ എനിക്ക് കാണണ്ട എന്നുള്ള ഭാവത്തില് എപ്രകാരം ബന്ധുക്കള്, പുത്രന്മാര് ഒക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നില്ലയോ, എനിക്ക് ആ ഒരു രൂപത്തെ കാണണ്ട എന്നുള്ള നിലക്ക് മാറി നിൽക്കുന്നത് പോലെ ശ്രീകൃഷ്ണൻ എന്നെ വിട്ടുപോയതുകൊണ്ട് എന്നെ ഇതുവരെ പ്രിയത്തോടുകൂടി സ്നേഹത്തോടുകൂടി നോക്കിക്കണ്ടവർ ഇപ്പോഴെന്നിൽ നിന്നും അകന്നുപോയിരിക്കുന്നു. അവർക്കൊക്കെ എന്റെ ദർശനം ഇപ്പോഴ് അപ്രിയമായിരിക്കുന്നു എന്ന് അർജുനൻ പറയുന്നു. അടുത്ത ശ്ലോകം 7. യത്സംശ്രയാദ്രുപദഗേഹമുപാഗതാനാം രാജ്ഞാം സ്വയംവരമുഖേ സ്മരദുർമദാനാം തേജോഹൃതം ഖലു മയാഭിഹതശ്ച മത്സ്യ സജ്ജീകൃതേന ധനുഷാധിഗതാച കൃഷ്ണ. സംശ്രയാൽ യാതൊരുത്തന്റെ ബലമായ ആശ്രയം ഹേതുവായിട്ട് സജ്ജീകൃതേന ഞാൻ ബന്ധിക്കപ്പെട്ട, ഞാനല്ല ഞാൻ ബന്ധിക്കപ്പെട്ട, ഓർമ്മിക്കണം, ഞാൻ ബന്ധിക്കപ്പെട്ട, സജ്ജീകൃതേന അതായത് ഈ വില്ലിന് ഞാൻ ബന്ധിക്കുന്നതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ബന്ധിക്കപ്പെട്ട ധനുഷ വില്ലുകൊണ്ട് ദ്രുപദഗേഹം, ദ്രുപദ രാജധാനിയെ ഉപാഗതാനാം പ്രാപിച്ചവരും സ്മരദുർമദാനാം മന്മഥൻ നിമിത്തം മതിച്ചവരുമായ രാജ്ഞാം രാജാക്കന്മാരുടെ തേജസ് സ്വയംവരമുഖേ, സ്വയംവരത്തിന്റെ പ്രാരംഭത്തിൽ മയാ എന്നാൽ ഹൃദം ഹരിക്കപ്പെട്ടു, മത്സ്യം അഭിഹത മുറിക്കപ്പെട്ടു, കൃഷ്ണ പാഞ്ചാലി അധിഗതാച പ്രാപിക്കപ്പെടുകയും ചെയ്തു. അതായത് ഇവിടെ ഈ ശ്ലോകത്തിലൂടെ വിവാഹകാര്യമാണ്. അന്നത്തെ പരീക്ഷണം, സ്വയംവര പരീക്ഷണത്തിൽ വിജയിച്ച അർജുനന്റെ കഴിവാണ്. അന്ന് കൃഷ്ണന്റെ കാരുണ്യം കൊണ്ടാണ് വിജയിച്ചത് എന്നിവിടെ പറഞ്ഞു തരികയാണ്. ഇന്നു മുതൽ 10, അതായത് ഇന്നു മുതൽ അല്ല, ഇതുമുതൽ ഇനി അങ്ങോട്ടുള്ളത് 10 ശ്ലോകങ്ങള് ശ്രീകൃഷ്ണൻ ഓരോ സമയത്തിൽ നമുക്ക് ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങളെ അർജുനൻ ഓർത്തോർത്ത് പറഞ്ഞ് കരയുന്ന രംഗമാണ്. ഒന്ന് നമുക്ക് ഓടിച്ചു പോകാം. ഈ ശ്ലോകത്തിന്റെ താല്പര്യം കുറെ പറയാനുള്ളതാണ്, കുറച്ചെങ്കിലും മനസ്സിലാക്കാം. ഈ ശ്രീകൃഷ്ണന്റെ ബലമായ അനുഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് സ്വയംവര അവസരത്തിൽ ദ്രുപദ രാജധാനിയിൽ പ്രവേശിച്ചിരുന്ന മന്മഥാതുരന്മാരായ രാജാക്കന്മാരുടെ തേജസ്സിനെ ഞാൻ വില്ലെടുത്ത് പിടിച്ച മാത്രയിൽ അപഹരിച്ചത്. എന്ന് പറഞ്ഞാൽ ദ്രുപദ രാജധാനിയില് ഒരു സ്വയംവര മത്സരമായിരുന്നു ഉണ്ടായിരുന്നത്. ആ കൃഷ്ണയാരാണ് ഇവിടെ? പാഞ്ചാലി, പാഞ്ചാലദേശത്തിന്റെ പുത്രി എന്നുള്ള അർത്ഥത്തിൽ. അങ്ങനെയുള്ള ആ പാഞ്ചാലി സ്വയംവര സമയത്ത്, പാഞ്ചാലി സ്വയംവരം വളരെ പ്രസിദ്ധമാണ്, കേട്ടിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് രാജാക്കന്മാര് ആ പാഞ്ചാലിയെ കിട്ടണമെന്ന് കൊതിച്ചുകൊണ്ട് രാജധാനിയിലെത്തി. അങ്ങനെ അവരെയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ തോൽപ്പിക്കാൻ സാധിച്ചത്
വില്ലില് ഞാൻ കെട്ടിക്കൊണ്ടുള്ള പ്രയോഗത്തിലൂടെയാണ്. അതാണ് ഇവിടെ മത്സരം. അതിൽ ഞാൻ ബന്ധിച്ച് മത്സ്യരൂപമായ യന്ത്രത്തെ മുറിച്ചു. വളരെ അന്നത്തെ കഥ അതായിരുന്നു. മത്സ്യരൂപത്തിലുള്ള യന്ത്രത്തെ മുറിക്കണം. അതായത് ഒരു യന്ത്രമാണ്, കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു യന്ത്രമായിരുന്നു മത്സ്യരൂപത്തിലുള്ളത്. അതില് കൊള്ളിക്കണം, അമ്പ് ചെയ്ത് കൊള്ളിക്കണം. അതും നിഴല് നോക്കി, വെള്ളത്തിലെ നിഴല്, ആ കറക്കത്തിന്റെ നിഴല് നോക്കിക്കൊണ്ട് അവിടെ അമ്പ് ചെയ്ത് കൊള്ളിക്കുക. വളരെ എളുപ്പം ആയിരുന്നില്ല. പക്ഷെ അന്ന് ഞാൻ ബന്ധിച്ചു മത്സ്യരൂപമായ യന്ത്രത്തെ മുറിക്കാൻ സാധിച്ചത് എത്ര പെട്ടെന്നാണോ, അല്ലെങ്കിൽ അന്നത് സാധിച്ചതുകൊണ്ടാണ് പാഞ്ചാലിയെ ലഭിച്ചത്. ആർക്കും എടുത്തു പിടിക്കുവാൻ കഴിയാതിരുന്ന വില്ലിനെ ഞാൻ എടുത്തുയർത്തിയപ്പോൾ തന്നെ രാജാക്കന്മാരുടെ ദുർമതം, അഹംഭാവം ശമിച്ചു. അത്രയ്ക്ക് മാത്രം ശക്തി എനിക്ക് ആരിൽ നിന്നാണ് കിട്ടിയത്? അത് എടുത്തുയർത്താൻ ആ ശ്രീകൃഷ്ണനിൽ നിന്നാണ് കിട്ടിയത്. ആ ശ്രീകൃഷ്ണൻ ആ സദസ്സിൽ ഇരിക്കുന്ന അതിനെ ഞാനും എന്നെ ഭഗവാനും ഗൂഢമായി കണ്ടറിഞ്ഞപ്പോഴുണ്ടായ നോട്ടത്താൽ തന്നെ എന്നിൽ ആ ശക്തിയെ പ്രവേശിപ്പിക്കാൻ സാധിച്ചു. ആ ഭഗവാൻ ഇപ്പോഴെന്നെ വിട്ടുപോയിരിക്കുന്നു. ഇതിലധികം എന്തൊരാപത്താണ് എനിക്ക് ഉണ്ടാവാനുള്ളതെന്ന് സംശയിക്കുന്നു, ദുഃഖിക്കുന്നു. അതായത് ഭഗവാൻ നമ്മുടെ കൂടെ ഒരുമിച്ചിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഭഗവാനിലേക്ക് നമ്മുടെ ആ ഒരു നോട്ടം പതിയുകയും അപ്പോൾ ഭഗവാന്റെ ഒരു കടാക്ഷം അകലെ നിന്ന് നമ്മളിലേക്ക് പതിയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കടാക്ഷത്തിലൂടെ, ആ നോട്ടത്തിലൂടെ, ആ കടക്കൻ നോട്ടത്തിലൂടെ, ആ കാരുണ്യാകുലമായ നേത്രത്തിലൂടെയുള്ള ആ ഒരു വിശേഷപ്പെട്ട ദർശനത്തിലൂടെ നമ്മളിലേക്ക് ആ ചൈതന്യം എത്തിച്ചേരും. ഇതാണ് ഭഗവത് കടാക്ഷം, കൃപാ കടാക്ഷം എന്ന് പറയുന്നത്. അതെനിക്കുണ്ടായതുകൊണ്ടല്ലേ അന്ന് ഞാൻ രക്ഷപ്പെട്ടത്, ഇത്രയും എനിക്ക് സാധിച്ചത്. ഇന്ന് ആ ഭഗവാൻ പോയില്ലേ എന്ന് ദുഃഖിക്കുന്നു അർജുനൻ. അടുത്ത ശ്ലോകം, ഗൂഢമായിട്ട് ഭഗവാനും നമ്മളും തമ്മിൽ ബന്ധം സ്ഥാപിക്കണം എന്നാണ് പറഞ്ഞതിന്റെ താല്പര്യം. അടുത്ത ശ്ലോകം 8ാമത്തെ ശ്ലോകമാണ്. യൽ സന്നിധാവഹമു ഖാണ്ഡവമഗ്നയേദാം ഇന്ദ്രം ജസാമരഗണം തരസാ വിജിത്യ ലബ്ധാ സഭാ മയകൃതാത്ഭുത ശില്പമായ വിഭ്യോഹരൻ നൃപതയോ ബലിമധ്വരേതേ. ഇവിടെ ഒരു പദം ഏതാണ്? എന്നുള്ളൊരു പദമാണ്. ആ പദം ഒന്ന് ശ്രദ്ധിക്കുക. ഇതെവിടെയാ വരുന്നത് എന്നൊക്കെ നമുക്ക് ശ്രദ്ധിക്കാം. എൽ സന്നിധാവഹം വഹം എൽ സന്നിധോ അഹം എൽ സന്നിധാവഹം എൽ സന്നിധോ അഹം എൽ സന്നിധാവഹൗ വഹമു. ഇവിടെ എന്ന് പറയുന്ന പദം ആശ്ചര്യമാണ്. ഈ 8ാമത്തെ ശ്ലോകത്തിൽ എന്നുള്ള പദം പ്രയോഗിച്ച് എന്തിനാണ്? ഇതൊക്കെ പ്രശ്നോത്തരിയിൽ ചോദിക്കൂട്ടോ, ശ്രദ്ധിക്കുന്നുണ്ടോന്ന് ഉള്ളത് മനസ്സിലാക്കണം. ഇതൊക്കെ പങ്കെടുക്കുക, ഇതൊക്കെ മഹാഭാഗ്യമായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇത്തരത്തിലുള്ള ഒരു വിശദമായ പഠനം ശ്രീമദ് ഭാഗവതത്തിന്റെ കിട്ടുക എന്നുള്ളത് ജന്മാന്തര സുഹൃതം കൊണ്ട് മാത്രം കിട്ടുന്നതാണ്. എത്രയും പെട്ടെന്ന് എല്ലാവരും പഠിക്കുക ശ്രദ്ധയോടുകൂടിയിട്ട്. നമുക്ക് ഈ 15ാമത്തേതായി അധ്യായം 15 കഴിഞ്ഞ് ഇനി 16, 17, 18, 19 19ാമത്തെ അധ്യായം കഴിയുന്നതോടുകൂടിയിട്ട് ജൂലൈ മാസത്തില് ഗുരുവായൂരില് ഒരുമിച്ച് ഈ 19 അധ്യായങ്ങളും ഇതിന് മുമ്പുള്ള 6 അധ്യായങ്ങളും മഹാത്മ്യങ്ങളും സമർപ്പിക്കണം. ഈ രണ്ടും കൂടി ഒരുമിച്ച് സമർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ എവിടെയെങ്കിലും നമുക്ക് കിട്ടണം. അതിന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഒരു അവസരത്തിൽ നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടിയിട്ട് അതിനുവേണ്ടി തയ്യാറെടുക്കുക. ജൂലൈ മാസം ആദ്യ ആഴ്ചയിൽ നമുക്ക് ആലോചിക്കാം. എല്ലാവർക്കും ഒരുമിച്ച് ചൊല്ലിത്തന്ന് അത് ഒരുമിച്ച് കേട്ട് ഫോളോ ചെയ്തുകൊണ്ട് ആ ഗുരുവായൂരപ്പന്റെ പാതാരബിന്ദത്തിൽ സമർപ്പിക്കാനുള്ള ഒരു അവസരമാണ് നമുക്ക് കിട്ടുക. അതിനുവേണ്ടി കാത്തിരിക്കുക. നമ്മൾ ചെയ്തത് സമർപ്പിക്കണം. അപ്പൊ ഒരു മഹാത്മ്യം സമർപ്പിച്ചത് ശ്രീപത്മനാഭന്റെ സന്നിധിയിലാണ്, അഭേദാനന്ദ ആശ്രമത്തില്. അന്ന് കുറച്ച് ഗ്രൂപ്പുകളെ ഉണ്ടായിട്ടുള്ളൂ, എല്ലാവർക്കും വരാനും പറ്റിയിട്ടില്ല ആ കൊറോണയുടെ ഇടയിലായതുകൊണ്ട്. ഇനി ഗുരുവായൂരുള്ള ആ സന്ദർഭത്തില് പരമാവധി ആളുകൾക്ക് പങ്കെടുക്കാൻ സാധിക്കട്ടെ. നമുക്കവിടെ ഈ അത്രയും 19 അധ്യായം കഴിഞ്ഞാലാണല്ലോ ഈ പ്രഥമ സ്കന്ധം കഴിയുക. അത് നമുക്ക് പെട്ടെന്ന് തന്നെ തീർത്ത് നമുക്കവിടെ സമർപ്പിക്കാനുള്ള ഒരു അവസരമാണ് ഉണ്ടാവുക. പ്രാർത്ഥിക്കുക. അതുകൊണ്ടാണ് ഈ അർത്ഥങ്ങളൊക്കെ ശ്രദ്ധയോടുകൂടിയിട്ട് കേൾക്കുക. ആശ്ചര്യമാണ്.
എൽ സന്നിധോ യാതൊരുവന്റെ സന്നിധിയിൽ അഹം ഞാൻ സാമരഗണം. ഇവിടെ സാമരഗണം എന്ന് പറഞ്ഞാൽ എന്താ? സാമരഗണം അമരഗണത്തോടുകൂടിയ ഇന്ദ്രം ച ഇന്ദ്രനെയും തരസാ ബലാൽ വിജിത്യ വിജയിച്ചിട്ട് ഖാണ്ഡവത്തെ അഗ്നയെ അഗ്നിക്കായിക്കൊണ്ട് അദാം ദാനം ചെയ്തു. അഗ്നയെ ദാം ഒരുമിച്ച് എഫ് പോലുള്ള ഒരു ചിഹ്നം കണ്ടില്ലേ? പ്രശ്ലേഷം. ഖാണ്ഡവം അഗ്നയെ ദാം, ഖാണ്ഡവം അഗ്നയെ അഗ്നിക്കായിക്കൊണ്ട് അദാം അഗ്നയെ ദാം, അഗ്നയെ അദാം അഗ്നിക്കായിക്കൊണ്ട് അദാം ദാനം ചെയ്തു. പദം എന്താണ്? അദാം എന്നാണ്. ദാനം ചെയ്തു. അത്ഭുത ശില്പമായ ആശ്ചര്യമായ പണിയോടും മായയോടും കൂടിയ അത്ഭുത ശില്പമായ മായയോടും അത്ഭുതമായ പണിയോടും കൂടിയിട്ടുള്ള മയകൃത മയനാൽ മയൻ എന്ന ശില്പിയാൽ ഉണ്ടാക്കപ്പെട്ട സഭ എന്ന് പറഞ്ഞ സഭ, ആ സഭ കെട്ടിടം ലബ്ധ ലഭിക്കപ്പെട്ടു. തേ അങ്ങയുടെ അധ്വരെ യാഗത്തിൽ നൃപതയ രാജാക്കന്മാർ ദിഗ്ഭ്യ ദിക്കുകളിൽ നിന്ന് ബലിം കപ്പത്തെ നികുതിയെ അഹരൻ കൊണ്ടുവന്നു. ഇവിടെ ജീവിതത്തിലുണ്ടായ ഭഗവാന്റെ അനുഗ്രഹ വിശേഷണങ്ങൾ ഓരോന്നും ഓർമ്മിക്കുന്ന കഥകളാണ്. ഈ കഥകൾ ഓരോന്നും നമുക്ക് വിസ്തരിക്കാൻ ഇപ്പോഴും സമയമില്ല, കാരണം പിന്നീട് സന്ദർഭത്തിൽ ഇതൊക്കെ അനുസ്മരിക്കുന്നതാണ്. ഓർമ്മിച്ചാൽ മതി. അതായത് ഖാണ്ഡവം ദഹിപ്പിച്ചില്ലേ അതികേമായിട്ട്, അതായത് ആ കഥയാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. പിന്നെ ഓരോരോ കഥകളും പറഞ്ഞു തരും, നമുക്കത് നോക്കാം. എന്താ ആശ്ചര്യം! എന്നുള്ള പദത്തിന് ആശ്ചര്യമാണ്. എന്താ ആശ്ചര്യം! കൃഷ്ണ ഭഗവാൻ അരികത്തുണ്ടായിരുന്ന ഏക കാരണത്താൽ യാദവന്മാരോടൊരുമിച്ച് എന്റെ നേർക്ക് യുദ്ധത്തിന് വന്ന എന്റെ പിതാവായ ദേവേന്ദ്രനെ കൂടി ഞാൻ പരാക്രമത്തെ പ്രകാശിപ്പിച്ചിട്ട് ജയിച്ച് ഖാണ്ഡവത്തെ അഗ്നി ഭഗവാന് ഭക്ഷണമായി നൽകി. ഗാണ്ഡവത്തെ അഗ്നിക്ക് ദഹിപ്പിക്കണം ഖാണ്ഡവദാഹ സമയത്ത്. പക്ഷേ ദേവേന്ദ്രൻ അർജുന പിതാവാണെങ്കിലും ദേവേന്ദ്രൻ അതിശക്തമായിട്ട് മഴ പെയ്യിക്കുന്നുണ്ടെങ്കിലും പരാക്രമം കൊണ്ട് അമ്പ് തൊടുത്തു വിട്ടുകൊണ്ട് അവിടെ ഒരു പാളി സൃഷ്ടിച്ച് ആ മഴയെ വെള്ളത്തിലെ അഗ്നിയിലേക്ക് വീഴാതെ സംരക്ഷിച്ചുകൊണ്ട് ഖാണ്ഡവം ദഹിപ്പിക്കാനുള്ള അവസരം അഗ്നിദേവന് നൽകി. അതായത് അഗ്നി ഭഗവാന് ഭക്ഷണമായി നൽകി. ഖാണ്ഡവം ദഹിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് മയനെ രക്ഷിച്ചു. ആ ഖാണ്ഡവത്തിൽ നിന്ന് മയൻ അവിടെയാണ് ഉണ്ടായത്. മയനെ രക്ഷിച്ചതുകൊണ്ട് ആ ഉപകാര സ്മരണയ്ക്കായിട്ടാണ് മയൻ എന്ത് ചെയ്തത്? അത്ഭുതമായ ശില്പപ്പണികളാൽ ലോകത്തെ മുഴുവനും മോഹിപ്പിക്കുന്നതായ മയനിർമ്മിത സഭ, ഇന്ദ്രപ്രസ്ഥം ഉണ്ടല്ലോ, മയനാൽ നിർമ്മിക്കപ്പെട്ട ഇന്ദ്രപ്രസ്ഥം, അങ്ങനെയാണ് കൗരവ പാണ്ഡവർക്ക് കിട്ടിയതെന്നർത്ഥം. ഇത് കൂടി ഓർമ്മിക്കുകയാണ്. ഇതൊക്കെ ഖാണ്ഡവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അങ്ങനെ ലോകത്തിൽ തന്നെ എല്ലാവരെയും മോഹിപ്പിക്കുന്ന മയനിർമ്മിതമായ മായാ സൗധം അവർക്ക് കിട്ടി. അതുകൂടി ഓർമ്മിച്ചു. അങ്ങയുടെ രാജസൂയ യാഗം, അതായത് യുധിഷ്ഠിര മഹാരാജാവിന്റെ രാജസൂയ യാഗത്തില് ഓരോ ദിക്കിൽ നിന്നും രാജാക്കന്മാർ നികുതിയായിട്ട് ധാരാളം കാഴ്ചയായിട്ട്, കപ്പം എന്ന് പറയും, കാഴ്ച വസ്തുവായിട്ട് ധാരാളം സ്വർണവും സമ്പത്തും സമർപ്പിച്ചു. അനവധി ദ്രവ്യങ്ങളെ കൊണ്ടുവന്നു, രത്നങ്ങളൊക്കെ കൊണ്ടുവന്നു. ഇതൊക്കെ ആരുടെ അനുഗ്രഹം കൊണ്ടാണ്? ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഈ ഖാണ്ഡവം ദഹിപ്പിക്കാൻ സാധിച്ചത്, ഈ മയനെ രക്ഷിക്കാൻ സാധിച്ചത്, മയനാൽ നിർമ്മിക്കപ്പെട്ട അതിശ്രേഷ്ഠമായ സഭ കിട്ടിയത്, അതുപോലെ രാജസൂയ യാഗം ഇത്രയും ഭംഗിയായിട്ട് നടത്താൻ സാധിച്ചത്, രാജാക്കന്മാരൊക്കെ സകലതും കൊണ്ട് സമർപ്പിച്ചതൊക്കെ ഏതൊരു ശ്രീകൃഷ്ണ ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണോ? ആ ഭഗവാൻ എന്നെ വിട്ടുപോയല്ലോ, എങ്ങനെ സഹിക്കും ഞാൻ സഹോദര എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുകയാണ് അർജുനൻ. അടുത്ത ശ്ലോകം ശ്രദ്ധിക്കുക. യത്തേജസാ നൃപശിരോഘ്രിമഹന്മഖാർത്ഥേ ആര്യോനുജസ്തവ ഗജായുധ സത്വവീര്യ തേനാഹൃതാ പ്രമഥനാഥമഖായ ഭൂപ യന്മോജിതാ
തദനയൻ ബലിമധ്വരേതേ. ആര്യനും തവ അങ്ങയുടെ അനുജനും ഗജായുധ സത്വവീര്യ അയുധം ആനകളുടെ സത്വവും വീര്യവും ഉള്ളവനുമായ യാതൊരുത്തൻ, അനേകമായിരം ആനകളുടെ ബലവും സത്വവും വീര്യവും ഒക്കെയുള്ള യാതൊരുത്തൻ, യത്തേജസ യാതൊരുത്തന്റെ പ്രഭാവത്താൽ മഖാർത്ഥേ യാഗത്തിനു വേണ്ടി നൃപശിരോഘ്രിം രാജാക്കന്മാരുടെ ശിരസ്സുകൾ പാദങ്ങളിൽ കൂടിയവനെ അഹൻ ഹനിച്ചു. പ്രമഥനാഥമഖായ പ്രമഥനാഥന്റെ പൂജക്കായിക്കൊണ്ട് തേന അവനാൽ ആഹൃതാഹ ആഹരിക്കപ്പെട്ട ഭൂപാഹ രാജാക്കന്മാർ എന്മോചിതാഹ യാതൊരുവനാൽ മോചിക്കപ്പെട്ടവരായിട്ട് തേ അങ്ങയുടെ അധ്വരേ യാഗത്തിൽ ബലിയെ അനയൻ കൊണ്ടുവന്നു. കുറച്ച് വേഗത്തില് പോവുകയാണ്. 10,000 ആനകൾക്ക് സമമായ ഉത്സാഹവും വീര്യവുമുള്ളവനും എന്റെ ജ്യേഷ്ഠനും അങ്ങയുടെ അനുജനുമായ ഭീമസേനൻ രാജസൂയം നടത്തുവാൻ വേണ്ടി രാജാക്കന്മാരെ കാൽക്കൽ നമസ്കരിപ്പിച്ചുകൊണ്ടിരുന്ന ജരാസന്ധനെ, അതായത് രാജാക്കന്മാരെ കാൽക്കൽ നമസ്കരിപ്പിച്ചുകൊണ്ടിരുന്ന ജരാസന്ധനെ, അനേകം നാട്ടുരാജാക്കന്മാര് എല്ലാവരും ജരാസന്ധനെ പേടിച്ച് കാൽക്കൽ നമസ്കരിച്ച് ജയിലറയിൽ കഴിഞ്ഞുകൂടുകയായിരുന്നു. അങ്ങനെയുള്ള ആ ജരാസന്ധനെ യാതൊരു ഭഗവാന്റെ സാന്നിധ്യം നിമിത്തം ഹനിച്ചുവോ? അങ്ങനെ ജരാസന്ധൻ കാലഭൈരവന് ബലി കൊടുക്കുവാൻ കൊണ്ടുവന്ന് ബന്ധിച്ചിരിക്കുന്ന 20,800 രാജാക്കന്മാരെ യാതൊരുവനാണോ മോചിപ്പിച്ചത്, ആ കാരണത്താൽ ആ രാജാക്കന്മാരെല്ലാം അങ്ങയുടെ യാഗത്തിന് അനന്തം ദ്രവ്യങ്ങളെ കാഴ്ചയായിട്ട് കൊണ്ടുവന്നു. നമ്മളുടെ ഉറ്റ ബന്ധുവും സ്വാമിയുമായ ആ ഭഗവാൻ നമ്മളെ പിരിഞ്ഞുപോയ സങ്കടം എങ്ങനെ സഹിക്കും എന്നാണ് അർജുനൻ വിലപിക്കുന്നത്. ഈ കഥകളൊക്കെ ഭാഗവതത്തിൽ പിന്നീട് വരുന്നതായതുകൊണ്ട് നമ്മൾ ഇപ്പോഴും കൂടുതൽ ഭാഗവതം ദശമസ്കന്ധത്തിൽ രാജസൂയ യാഗ ചരിത്രം വിവരിക്കുന്ന സമയത്ത് ഈ ജരാസന്ധനുമായിട്ടുള്ള യുദ്ധങ്ങളും രാജാക്കന്മാരുടെ സ്തുതികളൊക്കെ അനുസ്മരിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും പറഞ്ഞതാണ്. വളരെ പ്രസിദ്ധമായ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. 20,800 രാജാക്കന്മാർ ഒരുമിച്ച് ഭഗവാനെ നമസ്കരിച്ച മഹാമന്ത്രമാണ്. ജരാസന്ധന്റെ ജയിലറയിൽ നിന്നും ഭഗവാൻ ജരാസന്ധനെ വധിച്ച് മോചിപ്പിച്ചതിനു ശേഷം, അങ്ങനെയാണ് അതിനുശേഷമാണ് ഇവര് അവരവരുടെ കൊട്ടാരങ്ങളിലേക്ക് തിരിച്ചു ചെന്നു. അവിടെ നിന്ന് വേണ്ടത്ര രത്നവും സ്വർണവും ഒക്കെ ആയിട്ട് ഭഗവാന് തിരുമുൽക്കാഴ്ചയായിട്ട് ധർമ്മപുത്ര മഹാരാജാവിന് സമർപ്പിച്ചുകൊണ്ട് ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞുകൂടിയ കഥകളൊക്കെ പറയുന്നത്. ഇനി അടുത്ത ശ്ലോകം 10-ാമത്തേതാണ്. പത്ന്യാസ്തവാധിമഖക്ലിപ്തമഹാഭിഷേക ശ്ലാഘിഷ്ടചാരുഗപരം കിതവൈ സഭായാം സ്പൃഷ്ടം വിഗീര്യപദയോ പതിതാശ്രുമുഖ്യാ യസ്തിൽ സ്ത്രിയോ കൃത ഹദേശ വിമുക്തകേശാഃ. 10-ാമത്തെ ശ്ലോകമാണ്. ഇവിടെ തവ അങ്ങയുടെ പത്നിയുടെ അധിമഖക്ലിപ്ത മഹാഭിഷേക ശ്ലാഘിഷ്ട ചാരുകപരം യാഗത്തിൽ ചെയ്യപ്പെട്ട മഹാഭിഷേകത്താൽ ഏറ്റവും ശ്ലാഘിക്കത്തക്കതും മനോഹരവുമായ തലമുടി. ഇവിടെ വലിയൊരു പദങ്ങളുടെ കൂട്ടമായിട്ടാണ് പറയുന്നത്. അധിമഖക്ലിപ്ത മഹാഭിഷേക ശ്ലാഘിഷ്ട ചാരുകപരം യാഗത്തിൽ ചെയ്യപ്പെട്ട മഹാഭിഷേകത്താൽ
ഏറ്റവും ശ്ലാഘിക്കത്തക്കതും മനോഹരവും ആയ തലമുടി സഭായാം സഭയിൽ കിതവൈഹി ധൂർത്തന്മാരാൽ വികീര്യ അഴിച്ചിട്ട് സ്പൃഷ്ടം സ്പരിശിക്കപ്പെട്ടുവോ പദയോഹ പാദങ്ങളിൽ പതിതാശ്രുമുഖ്യ പതിതയും മുഖത്തിൽ അശ്രുവോടുകൂടിയവളുമായ കണ്ണുനീരോടുകൂടിയവളുമായ ആ പത്നി നിമിത്തം യാതൊരുവൻ തൽസ്ത്രീയ അവരുടെ സ്ത്രീകളെ ഹദേശവിമുക്ത കേശ ഹനിക്കപ്പെട്ട ഭർത്താക്കന്മാരോടുകൂടിയവരാകയാൽ വിമോചിക്കപ്പെട്ട തലമുടിയോടുകൂടിയവരായിട്ട് അകൃത ചെയ്തു. ഈ സങ്കടാവസരത്തിൽ സ്മരിച്ചു ഉടനെ അരികത്തെത്തിയ യാതൊരുവന്റെ പാദങ്ങളിൽ നമസ്കരിക്കുമ്പോൾ ഒഴുകുന്ന കണ്ണീരോടുകൂടിയ മുഖമുള്ളവളും അങ്ങയുടെ ഭാര്യയുമായ ദ്രൗപദിയുടെ രാജസൂയ യാഗത്തിൽ ചെയ്ത മഹാഭിഷേകത്താൽ ഏറ്റവും ശ്ലാഘിക്കത്തക്കതും അതിസൗന്ദര്യമുള്ളതുമായ തലമുടിയെ വഞ്ചകന്മാരായ ദുശാസനൻ മുതലായവർ സഭയിൽ വെച്ച് അഴിച്ചുവലിച്ചു. യാതൊരുവൻ ആ ദുശ്വാസനാദി ദുഷ്ടന്മാരുടെ ഭാര്യമാരെ അവരുടെ ഭർത്താക്കന്മാരുടെ മരണം നിമിത്തം ഛേദിക്കപ്പെട്ട തലമുടിയോടുകൂടിയവരാക്കി തീർത്തു അല്ലെങ്കിൽ ചെയ്തു. ദുശാസനാദികളുടെ വധം ഭഗവാൻ തന്നെയാണ് ചെയ്തത്. നമ്മൾ പേരിനു മാത്രം കാലോസ്മി ലോകക്ഷയകൃത് പ്രവൃദ്ധോ ലോകനാശം വരുത്തുവാൻ ഒരുങ്ങിയിട്ട് പുറപ്പെട്ടിരിക്കുന്ന കാലസ്വരൂപൻ ഞാൻ എന്ന് വിശ്വരൂപത്തെ കാട്ടിക്കൊടുത്ത അവസരത്തിൽ ഭഗവാൻ അരുളി ചെയ്തതിനെ സ്മരിച്ചുകൊണ്ടാണ് അർജുനൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് രാജസൂയ യാഗത്തിൽ വെച്ച് ധർമ്മപുത്ര മഹാരാജാവ് അതിശ്രേഷ്ഠമായ അഗ്രാസനത്തിലിരുത്തി ഭഗവാനെ അഭിഷേകം ചെയ്തു. അങ്ങനെ അഭിഷേകം ചെയ്തുവെങ്കിലും ഈ യാഗപത്നിയായിട്ട് യുധിഷ്ഠിര മഹാരാജാവിന്റെ പത്നിയായ ദ്രൗപദി ആ രാജസൂയ യാഗത്തിൽ ഇത്രയും വന്ദിക്കപ്പെടുന്ന തരത്തിലേക്ക് ശ്രേഷ്ഠമായിട്ടുള്ള തലമുടിയോടുകൂടിയവൾ കേശത്തോടു കൂടിയവളാണ് ദ്രൗപദിയെങ്കിൽ ആ ദ്രൗപദിയുടെ തലമുടി സഭയിൽ വെച്ച് ദുശാസനാദികള് അഴിച്ച് ചുറ്റിപ്പിടിച്ച് പരസ്യമായിട്ട് അപമാനിച്ചിട്ടുണ്ട്. പക്ഷെ ഭഗവാൻ അതിനൊക്കെ കണക്ക് തീർത്തു. ഈ ദുശാസനാദികളുടെ ഭാര്യമാര് തലമുടിയല്ല പിന്നെന്താണ് കഴുത്ത് തന്നെ വേർപെട്ട അവസ്ഥയിലേക്ക് എത്തിച്ചത്. അതൊക്കെ ഭഗവാന്റെ ഒരു കാരുണ്യം കൊണ്ടാണ് പാണ്ഡവർക്ക് സാധിച്ചത്. അവരാണിത് ചെയ്യുന്നതെങ്കിലും നിമിത്തമാത്രം ആണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. ഓരോന്നായിട്ട് അർജുനൻ ഇങ്ങനെ ഓർമ്മിക്കുന്നു. അടുത്തത് 11ാമത്തെ ശ്ലോകം. യോ നോ ജുഗോപവനമിത്യദുരന്തകൃച്ഛ്രാൽ ദുർവാസസോരിവിഹിതാദയുധാഗ്രഭുഗ്യ ശാകാന്നശിഷ്ടമുപയുജ്യ യതസ്ത്രിലോകീം തൃപ്താമമംസ്ത സലിലേ വിനിമഗ്നസംഘ. യാതൊരുത്തൻ അയുതാഗ്രഭുക്ക് അയുധം പേരുടെ അഗ്രത്തിൽ ഭുജിക്കുന്നവനോ അരിവിഹിതാത് ശത്രുവിനാൽ പ്രേരിപ്പിക്കപ്പെട്ട ദുർവാസസ ആ ദുർവാസാസ് നിമിത്തമുള്ള ദുരന്തകൃച്ഛ്രാൽ അപാരമായ ദുഃഖത്തിൽ നിന്ന് യാതൊരുവൻ വനത്തെ ഏത്യ പ്രാപിച്ചിട്ട് ശാകാന്നശിഷ്ടം ശാകാന്നത്തിന്റെ ശിഷ്ടത്തെ ഉപയോഗിച്ചിട്ട് നമ്മളെ ജുഗോപ രക്ഷിച്ചു. ജുഗോപ ഈ പദം മറക്കരുത്. ഭാഗവതത്തിൽ ജുഗോപ രക്ഷിച്ചു. യഥ എങ്ങനെയെന്നാൽ സലിലേ വെള്ളത്തിൽ വിനിമഗ്ന സംഘ മുങ്ങിയ സംഘം
ത്രിലോകിയും ത്രിലോകിയെ തൃപ്താം തൃപ്തയായിട്ട് അമം വിചാരിച്ചു. 10,000 ശിഷ്യന്മാരോടുകൂടെ ഒരു പന്തിയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന പതിവോട് കൂടിയിട്ടുള്ള മഹർഷിയാണ് ആര്? ദുർവാസാവ് മഹർഷി. മൂക്കിന്റെ അറ്റത്ത് ശുണ്ഠിയുള്ള ആ ദുർവാസാവ് മഹർഷി ധർമ്മപുത്ര മഹാരാജാവ് വാനപ്രസ്ഥം ചെയ്യുന്ന സമയത്ത് വന്ന കഥയെയാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. ദുശാസനാദി ദുര്യോധനാദികളുടെ പ്രേരണ നിമിത്തം മുനിയെക്കൊണ്ടു ശത്രുവായ ദുര്യോധനൻ ചെയ്യിച്ച വലിയൊരു സങ്കടമായിരുന്നു അത് എന്ന് ചുരുക്കി പറയുകയാണ് ഇവിടെ. ദുർവാസാവും 10,000 ശിഷ്യന്മാരും കൂടി ഒരു ദിവസം ഉച്ചയോടുകൂടി വനവാസ കാലത്ത് കഴിഞ്ഞുകൂടുന്ന ധർമ്മപുത്ര മഹാരാജാവിന്റെ കുടിലേക്ക് എത്തി. അവിടെ അക്ഷയപാത്രമാണ് ആകെയുള്ള ഐശ്വര്യം സൂര്യൻ പ്രസാദിച്ചു നൽകിയത്. പക്ഷേ പാഞ്ചാലി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അക്ഷയപാത്രത്തിൽ ഒന്നും ബാക്കിയാവില്ല. അങ്ങനെയുള്ളൊരു സമയത്താണ് ദുര്യോധനാൽ പ്രേരിതനായിട്ട് ദുർവാസാവ് മഹർഷി അനുഗ്രഹിക്കാനോ നിഗ്രഹിക്കാനോ എന്തോ ആവട്ടെ ഇവിടത്തേക്ക് എത്തിച്ചേരുന്നു. അങ്ങനെ ധർമ്മപുത്ര മഹാരാജാവ് പറഞ്ഞു, വേഗം കുളിച്ചിട്ട് വരൂ, നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെയാണെങ്കിൽ ഒന്നുമില്ല. ദുർവാസാവിനും 10,000 ശിഷ്യന്മാർക്കും എങ്ങനെ കൊടുക്കും? യാതൊരു രക്ഷയില്ലാതെ നിലവിളിച്ചു. അന്ന് പാഞ്ചാലി ദ്രൗപദി നിലവിളിച്ചു. പക്ഷെ ആ സമയത്ത് ആ വലിയ സങ്കടത്തിൽ നിന്നും ഭഗവാനെ സർവാത്മന അന്ന് ആശ്രയിച്ചപ്പോൾ ഭഗവാൻ പെട്ടെന്ന് തന്നെ അവിടെ എത്തിച്ചേർന്നു. എല്ലാം കഴിഞ്ഞു, ഇനി ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ സങ്കടത്തിൽ നിന്ന് രക്ഷിക്കാൻ കണ്ടത് ആ അക്ഷയപാത്രത്തിൽ പറ്റിയിരിക്കുന്ന ചീരയിലയാണ്. ഇത്തിരി വെള്ളത്തോടുകൂടി അത് ഭുജിച്ച് ഭഗവാൻ വെള്ളത്തിൽ സ്നാനാർത്ഥം പ്രവേശിച്ച മുനിസംഘം 3 ലോകവും സംതൃപ്തമായിരിക്കുന്നു എന്നോർത്തു. അതായത് അവർക്കൊന്നും വേണ്ടതില്ല, എല്ലാം വയറ് നിറഞ്ഞ അവസ്ഥയിലെത്തി. ഭഗവാൻ ഇത്തിരി ആ ചീരയിലെയും വെള്ളവും കഴിച്ചതേയുള്ളൂ. അതോടുകൂടി ആ മഹാഭോജ്യം ഭഗവാൻ സ്നേഹത്തോടുകൂടി കഴിച്ചപ്പോൾ ദുർവാസാവിനൊന്നും ഭക്ഷണം വേണ്ട, അവരും തിരിച്ചു വന്നില്ല. അങ്ങനെ വലിയൊരു സങ്കടത്തിൽ നിന്നും ഇതാ രക്ഷിച്ചു. ദുർവാസാവിന്റെ ആ ശാപത്തോടുകൂടി എല്ലാം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിൽ നിന്നും രക്ഷിച്ചത് ആ ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. അങ്ങനെ ഉള്ള ഒരവസ്ഥ മഹാഭാരതത്തിൽ വിസ്തരിച്ച് വർണ്ണിച്ച കഥ അതൊക്കെ ഓർക്കുകയാണ് അർജുനൻ. ഒരിക്കലും ദുര്യോധനൻ ദുർവാസാവിന് അതിഥി സൽക്കാരം ചെയ്തു. ദുര്യോധനൻ സന്തുഷ്ടനായ മഹർഷി ഇഷ്ടമുള്ള വരം വരിക്കാൻ ദുര്യോധനന് സമ്മതം കൊടുത്തു. ദുർവാസാവിന്റെ ശാപത്താൽ പാണ്ഡവന്മാരെ നശിപ്പിക്കണമെന്ന് വിചാരിച്ചു ദുര്യോധനൻ ഇങ്ങനെ ആവശ്യപ്പെട്ടു: ഞങ്ങളുടെ കുലത്തിൽ മുഖ്യനായ യുധിഷ്ഠിരന്റെ ആതിഥ്യ സ്വീകരണത്തിന് ആയി ഒരുങ്ങി ഇതുപോലെ തന്നെ ശിഷ്യസഹിതനായിട്ട് അദ്ദേഹത്തിന്റെ വാസസ്ഥലത്തേക്ക് പോകണം. എന്നാൽ ദ്രൗപദി ഭക്ഷണം കഴിഞ്ഞ് സുഖമായിരിക്കുന്ന സമയത്തെ പോകാവൂ എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ആ വിധം ചെയ്യാമെന്ന് സമ്മതിച്ച ദുർവാസാവ് 10,000 ശിഷ്യന്മാരോട് കൂടിയിട്ട് കാട്ടിലേക്ക് പോയി എന്നൊക്കെയാണ് മഹാഭാരതത്തിൽ വിസ്തരിച്ച് വർണ്ണിക്കുന്ന കഥ. അങ്ങനെയുള്ള ആ കഥയൊക്കെ ഇവിടെ സ്മരിച്ചത് അങ്ങനെയുള്ള ഭഗവാൻ, എല്ലാ അനുഗ്രഹവും ചൊരിയുന്ന ഭഗവാൻ നമ്മളോടൊപ്പം ഇല്ലല്ലോ എന്ന് ദുഃഖിക്കുകയാണ് അർജുനൻ. ഈ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്നത്തെ പഠനം സമർപ്പിക്കാം. 12ാമത്തെ ശ്ലോകം മുതലാണ് അടുത്ത പാഠത്തിലൂടെ നമ്മൾ പഠിക്കുന്നത്. അതിനിടയിൽ 14ാമത്തെ പാഠത്തിന്റെ സമ്പൂർണ്ണ പാരായണം 13-14 അധ്യായങ്ങളുടെ സുബ്രഹ്മണ്യൻ തിരുമുമ്പിന്റെ സമ്പൂർണ്ണ പാരായണമൊക്കെ ഓരോരുത്തരുടെയും പഠനത്തിനായിട്ട് കൈകളിലേക്ക് എത്തുന്നതാണ്. വേണ്ടതുപോലെ നല്ലതുപോലെ പ്രാർത്ഥിക്കുക, ശ്രദ്ധയോടുകൂടി പഠിക്കുക. നമ്മൾ ഒരുപാട് പഠനത്തിലൂടെ മുന്നേറിക്കഴിഞ്ഞു. ശ്രദ്ധയോടുകൂടി പഠിക്കുന്ന പഠിതാക്കളുടെ അഭിപ്രായത്തിൽ നിന്നും ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു.
ഭഗവാന്റെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരിയോം നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.